Hello, it's me Shilo. Pudhi video swagatham. Appo nammal innu oru unboxing video aanu vannikkune. Appo nammal video edittu korchaayille. Nammal edasam 3 maasatholam aayi nammal oru video upload cheyidittu. So nammal innu oru unboxing video aanu vannikkune. Appo nammal innathe video unbox cheyan vendi povunathu OPPO F19 Pro ennu parayna nammude smartphone aanu. So cool onnum paranja ningale body pikkunnine namukku nere nammade video edukka. Guys, ഇതാണ് നമ്മളുടെ OPPO F19 Pro നമുക്ക് അൺബോക്സ് ചെയ്യാം. ആ ബ്ലൂ ബോക്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബ്ലാക്ക് ബോക്സിലായിട്ടാണ് നമ്മളുടെ ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ഫോണുകളിൽ കണ്ടുവരുന്നത് പോലെ ഒരു പേപ്പർ ബോക്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും നമ്മുടെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എടുത്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു സിം എജക്റ്റ് പിന്നാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഓപ്പോൻ്റെ ഒരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള മറ്റൊരു ബുക്ക്ലെറ്റ് കൂടിയുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഫോണിൻ്റെ ഒരു സിലിക്കോൺ ട്രാൻസ്പെറൻറ്റ് കവർ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണാണ്. അപ്പോൾ ആ ഒരു ഫോൺ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഓക്കെ, നമുക്ക് മാറ്റി വെച്ചിട്ട് ബോക്സിൽ ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. പിന്നെ ബോക്സിലായിട്ട് വന്നിട്ടുള്ളത് നമുക്കൊരു 30 വാട്ടിൻ്റെ വൂക്ക് ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു അഡാപ്റ്ററാണ്. പിന്നെ നമുക്കൊരു ടൈപ്പ് സി കേബിളും വന്നിട്ടുണ്ട് ചാർജറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് ഫോണിലൊന്നും കാണാത്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതായത് ഇയർഫോണാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോണിലോട്ട് വരാം. അപ്പോൾ ഫോണിൻ്റെ പുറത്തായിട്ട് ഒരു കവർ ഇരിപ്പുണ്ട്. എന്തോ പ്ലാസ്റ്റിക് കവർ ഉണ്ട്. ആ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, ഈ ഒരു ഫോൺ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ് ഓൺ ആക്കിയിട്ട് ഈ ഫോണിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം.
മീഡിയടെക്കിൻ്റെ ഹെലിയോ P95 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. പിന്നെ എൻ്റെ ഇരിക്കുന്ന ഒരു വേരിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ 8GB 256GB വേരിയൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ 6.43 ഇഞ്ചസിൻ്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് 60 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 48 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ ക്വാഡ് പ്രൈമറി ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു LED ഫ്ലാഷും കൂടെ സൈഡിലായിട്ടുണ്ട്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് ഇതിൽ വരുന്നത്. ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4310 mAh ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ ഫ്ലാഷ് ചാർജിങ് സപ്പോർട്ട് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ ചാർജിങ് പോർട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ USB Type-C പോർട്ടാണ് വരുന്നത്. ഇത് ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 172 ഗ്രാമാണ് വരുന്നത്. ഓക്കെ, പിന്നെ ആപ്പിളിൻ്റെ ഐഫോണിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫീച്ചറായ ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ്, അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ച് ഒരേ സമയം വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഈ ഒരു ഫോണിലുണ്ട്. ഓക്കെ, അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണിൽ ഓപ്പോൻ്റെ വൂക്ക് ഫ്ലാഷ് ചാർജ് 4.0 ആണുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് 30 വാട്ടിൻ്റെ ഒരു ഹെവി ചാർജറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൽ 65% വെറും 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഓപ്പോ അവകാശപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഇതിൻ്റെ ഫേസ് ഐഡിയും അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ലൈവായി പ്രിവ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് റിയർ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.43 ഇഞ്ചസിൻ്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് വിത്ത് 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. താഴെയായിട്ട് ഒരു AUX പോർട്ട് വരുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറം ഒരു Type-C പോർട്ടും സ്പീക്കറുകളിലും ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും സിം എജക്ട് ട്രേയും കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് നമുക്ക് ഒരു മൈക്രോഫോൺ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് പ്രോക്സിമിറ്റി സെൻസർ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പഞ്ച് ഹോൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഒരു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് കൂടിയുണ്ട്. ഈ ഒരു ഫോൺ എന്ന് പറയുകയാണെങ്കിൽ ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫോൺ നമുക്ക് 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് സിൽവറും ബ്ലാക്കും. ഈ ഒരു ഫോണിൽ നമുക്ക് 2 വേരിയൻസ് അവൈലബിൾ ആണ്. 8GB 128GBയും 8GB 256GBയും. 8GB 128GBൻ്റെ വില 21,490 ആണ്. ഓക്കെ, 8GB 256GBയുടെ വില എന്ന് പറയുകയാണെങ്കിൽ 23,490 ആണ് ആമസോണും ഫ്ലിപ്കാർട്ടിലുള്ളത്. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ. വളരെ സ്മൂത്താണ് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. ഓക്കെ ഗൈസ്, ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുകയാണെങ്കിൽ 256GB ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള അധികം ഫോണുകളിലൊന്നും 256GB ഇല്ലെന്ന്. അത്രയും സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണിത്. ഓക്കെ, ഈ ഒരു ഫോൺ വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ ആൻഡ്രോയിഡ് 11 ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൽ നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ഇട്ടാലേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി ഇട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ ലൈവായിട്ട് പ്രിവ്യൂ നിങ്ങൾക്ക് താഴെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കാത്തോടാണ് ബെൽ ബട്ടൺ എനാബിൾ ചെയ്തതിന് ശേഷം ഓൾ നമ്മുടെ കൂടെ അമർത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഏറ്റവും ആദ്യം ലഭിക്കുകയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.